ഇതാണ് എൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു സംഭവമേ. ഇത് ഫേസ് മസാജാണ്. നോക്കിയേ, ഇതാണ് ഇതിൻ്റെ ഒരു ലോക്ക്. ഇത് ജസ്റ്റ് ഇങ്ങനെ വെക്കുക, ഹോൾഡ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ മേളിലേക്ക് ഇങ്ങനെ വലിച്ചിടുക. ഹലോ, ഇന്ന് ഞാൻ വന്നേക്കുന്നത് എൻ്റെ ഫേസ് എക്സസൈസിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ഒരു 4-5 ദിവസമായിട്ട് ഫേസ് എക്സസൈസ് ചെയ്യാറില്ല. എന്നാലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് ഞാൻ കരുതി. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു സ്റ്റാൻഡ് വെച്ച് വീഡിയോ എടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് എൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം. അപ്പോൾ ഞാനൊരു 3-4 ടൈപ്പ് എക്സസൈസ് ചെയ്യാനുണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഫൈനലി ഞാൻ ഇങ്ങനെ തന്നെ വീഡിയോ എടുക്കാമെന്ന് തീരുമാനിച്ചിട്ടോ. എന്തിനാണ് വെറുതെ വെച്ച് സീനാക്കണമെന്ന് കരുതി. അപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സസൈസ് സിമ്പിളാണ്. നിങ്ങൾക്ക് ബലൂൺ വീർപ്പിക്കാൻ അറിയാവോ? ആ സംഭവം തന്നെയാണ് കേട്ടോ. ഞാനിങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ കവളകത്തേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു കുഴിയാണ് സംഭവം വരുന്നത്. നിങ്ങൾ കണ്ടോ കേട്ടോ. അങ്ങനെ ഒരു 10 പ്രാവശ്യം, ആദ്യത്തെ ദിവസം 10 പ്രാവശ്യം. ഇതിൻ്റെ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നല്ല രീതിയിൽ ഈ ഒരു പോർഷൻ കണ്ടോ, ഈ ഒരു പോർഷൻ നല്ല രീതിയിൽ നമുക്ക് വലിയണം. ഈ ചിരിക്കുമ്പോൾ നമുക്ക് വായൊക്കെ കഴക്കൂലേ, ആ ഒരു സ്ട്രെച്ച് ഇവിടെ വന്നോ കേട്ടോ. അതാണ് ഫസ്റ്റ് എക്സസൈസ്. അത് ആദ്യം നിങ്ങൾ 10 പ്രാവശ്യം ചെയ്താൽ മതി. അത് കഴിഞ്ഞ് 20 പ്രാവശ്യം, 20 പ്രാവശ്യത്തിൽ കൂടുതൽ ചെയ്യണ്ട കേട്ടോ. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ എക്സസൈസാണ് കേട്ടോ. അതും സിമ്പിളാണ്. ജസ്റ്റ് ഉള്ളിലേക്ക് വലിച്ചു പിടിച്ച് കവളൊട്ടിക്കുക. അത് ഒരു നമ്മൾ മനസ്സിലൊരു 10-20 വരെ എണ്ണുക. അത്ര നേരം ഹോൾഡ് ചെയ്യുക. ഒരു 20 സെക്കൻഡ്സ് അത്രയും മതി. അത് മതി. ഇനി തേർഡ് അടിപൊളി സംഭവം ഉണ്ടോ. നമുക്ക് വായ ഇങ്ങനെ കഴക്കും. എന്തോരം എയർ നമ്മുടെ വായിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നു അത്രയും നല്ല ടൈറ്റായിട്ട് 2 കവളിലും വെക്കണം. കാണിച്ചു തരാവേ. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മസിൽസും നമ്മുടെ ഫാറ്റൊക്കെ ലൂസാവും. നമ്മുടെ കവള് ചാടിയിരിക്കുമല്ലേ, അപ്പോൾ ലൂസാവും. അത് നമുക്ക് ഇങ്ങനെ എക്സസൈസ് ചെയ്യുമ്പോൾ കവള് ഒട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഇതാണ് കേട്ടോ ഏറ്റവും അടിപൊളിയായിട്ടുള്ള എക്സസൈസ്. ഇത് നമ്മൾ ഇങ്ങനെ വന്നാലും കഴക്കണ വരെ നല്ല രീതിയിൽ ടയേർഡ് ആവണ വരെ എയർ പിടിക്കണം. ഇനി ഞാനിത് പുഷ് ചെയ്ത് പിടിച്ച് എന്തിനാന്ന് പറയാം. ഉണ്ടോ, ഫ്രണ്ടിലേക്ക് എയർ തന്നെ ഉണ്ടോ. അത് നമുക്ക് പല്ലൊക്കെ ചാടാൻ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ പല്ല് ചാടാതിരിക്കാനും ഫ്രണ്ടിലേക്ക് എയർ വരാതിരിക്കാനുമാണ് ഞാനിങ്ങനെ ഉള്ളിലേക്ക് പുഷ് ചെയ്ത് പിടിച്ചത്. അടിപൊളി എക്സസൈസാണ് കേട്ടോ. ഇത് 3 നിങ്ങൾ ചെയ്താൽ തന്നെ മാക്സിമം നിങ്ങൾക്ക് നല്ല രീതിയിൽ കവളൊട്ടുകയും ഒരു 4 വീക്സ് നല്ല രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവും. ഞാൻ 2 ആഴ്ച ചെയ്തിട്ടാണ് എനിക്ക് ആ ലൈൻ വന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പം ചെയ്യണില്ല. എനിക്ക് ഇഷ്ടമാണ് ചബ്ബിയായിട്ടുള്ള അതാണ് ഞാൻ ചെയ്യാത്ത കേട്ടോ. ഇതാണ് എൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു സംഭവമേ. ഇത് ഫേസ് മസാജാണ്. നോക്കിയേ, ഇതാണ് ഇതിൻ്റെ ഒരു ലോക്ക്. ഇത് ജസ്റ്റ് ഇങ്ങനെ വെക്കുക, ഹോൾഡ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ മേളിലേക്ക് ഇങ്ങനെ വലിച്ചിടുക. അങ്ങനെ അത് എന്തെങ്കിലും ഒരു ലോഷനോ ഫേസ് വാഷോ ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ സ്കിൻ ഇങ്ങനെ വലിയില്ല, നമുക്ക് സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും. സെക്കൻഡ്, ഇവിടെ നിന്ന് ഇങ്ങനെ മേളിലേക്ക് കണ്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിന് ഷേപ്പും നമ്മുടെ ഫേസിന് കുറച്ച് അട്രാക്ഷനും തോന്നുന്ന ഭാഗങ്ങളാണ് കേട്ടോ ഇത്. അതൊന്ന് ഷാർപ്പായിട്ട് നിൽക്കാനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മുടെ ഫേസ് നമ്മൾ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, നല്ലതായിരിക്കും. എൻ്റെ നേരത്തെ ഉള്ള കവള് ചാടിയ വീഡിയോയും ഞാൻ ക്ഷീണിച്ച വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ അത്രയും ക്ഷീണിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ ക്ഷീണിക്കാൻ പറ്റുന്നില്ല, അതാണ് സത്യം. അപ്പോൾ ഇനി എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇത്രയും സപ്പോർട്ട് ചെയ്തതിന് നന്ദി. ഞാൻ 800 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫാമിലി വലുതായിക്കൊണ്ടിരിക്കുവാണ്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ബൈ.